കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സവിശേഷമായൊരു സ്ഥാനമുണ്ട്. അതന്വേഷിച്ചെത്തിയാൽ എത്തിനിൽക്കുന്നത് പാണക്കാട്ടെ തറവാട്ടിലായിരിക്കും. ഓരോ ദിവസവും പുലരുമ്പോൾ വീടും പരിസരവും ഒരുപാട് പേരാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടാണ് തന്റെ കുട്ടിക്കാലം കഴിഞ്ഞതെന്ന് പാണക്കാട്ടെ സാദിഖലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ ഓർക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തങ്ങൾ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതിനു മുൻപ് ഈ പദവികൾ അലങ്കരിച്ചിരുന്ന ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് 1964 PMSA പൂക്കോയ തങ്ങളുടെയും ഇമ്പിച്ചി ബീവിയുടെയും മകനായാണ് ജന്മം. യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായും SKSSF നേതാവായും സാദിഖലി തങ്ങൾ പ്രവർത്തിച്ചുവന്നു. നിലവിൽ ഒട്ടേറെ രാഷ്ട്രീയ മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലധികാരിയാണ്. 2022 പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണശേഷമായിരുന്നു അത്. അതുവരെ ലീഗ് രാഷ്ട്രീയത്തിൽ പാണക്കാട്ടെ തങ്ങന്മാർ നടത്തിയ ഇടപെടലുകളിൽ നിന്ന് വിഭിന്നമായ ചില പ്രവർത്തനങ്ങളായിരുന്നു സാദിഖലി തങ്ങളിൽ നിന്ന് ഉണ്ടായത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പാണക്കാട്ടെ തങ്ങന്മാരുടേത് അവസാന വാക്കെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്ന കാലത്തും ഒരു കടലാസ് അധികാരം മാത്രമായിരുന്നു അതെന്ന് ധ്വനിപ്പിക്കുന്നതായിരുന്നു പല തീരുമാനങ്ങളും. എന്നാൽ സാദിഖലി തങ്ങൾ സ്വന്തം അഭിപ്രായങ്ങളും ഇടപെടലുകളും കൃത്യവും വ്യക്തവുമായി നടത്തി. സജീവ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരുടെ രീതി പലപ്പോഴും പിന്തുടരാൻ പരിമിതിയുണ്ടായിരുന്നു തങ്ങന്മാർക്ക്. എന്നാൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഇടപെടാനും സാദിഖലി തങ്ങൾ മടിച്ചു നിന്നില്ല. താരതമ്യേന മറ്റു തങ്ങന്മാരിൽ നിന്നും പ്രായം കുറവുള്ളയാളാണ് സാദിഖലി തങ്ങളെന്നതും ഇത്തരം സാമൂഹിക ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് ഗുണമായി എന്ന് വേണം കരുതാൻ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമെന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രമല്ല അത് പ്രതിനിധാനം ചെയ്യുന്നത്. അരുകുവൽക്കരിക്കപ്പെട്ട അധസ്ഥിത വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ പ്രവർത്തന ശൈലി. പാണക്കാട്ടെ വീട്ടിലെത്തി ആരെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാവില്ല. ചികിത്സാ സഹായമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, എന്തു തരത്തിലുള്ള സഹായത്തിനും സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവർക്ക് അവരെ സമീപിക്കാനാവും. പാണക്കാട്ടെ ചരിത്രം തന്നെ സാന്ത്വനം നൽകുന്നതിന്റെയും സമാധാനം നൽകുന്നതിന്റെയുമാണ്. സമൂഹത്തിലെ നിർധനരായവർക്ക് ജാതി മതഭേദമന്യേ വീട് നൽകുന്ന തീരുമാനമായിരുന്നു ബൈത്തുറഹ്മ പദ്ധതി. ശിഹാബലി തങ്ങളുടെ നാമധേയത്തിൽ തുടങ്ങിയ ഈ പദ്ധതി അനേകം ആളുകൾക്ക് ആശ്വാസമായി. 2013 ഇത് തുടങ്ങുമ്പോൾ മലപ്പുറം ജില്ലയായിരുന്നു ലക്ഷ്യം. എന്നാൽ മലപ്പുറത്തിനു പുറമെ മറ്റിടങ്ങളിലേക്കും ബൈത്തുറഹ്മ വ്യാപിപ്പിക്കാൻ ലീഗ് തീരുമാനിക്കുകയായിരുന്നു. ഓരോ പഞ്ചായത്തിലും ഓരോ വീട് എന്ന കണക്കിലാണ് നിർമ്മാണം. പ്രവാസികളുടെയും സഹൃദയരുടെയും പിന്തുണ കൊണ്ടാണ് ഓരോ വീടും ഉയർന്നത്. 6 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് ഓരോ വീടും പണിതു തീർക്കുന്നത്.